സോ ഫൈനലി ഉള്ള പാക്ക് ഇട്ടിട്ട് ഞാൻ അങ്ങനെ കണ്ണൊക്കെ അടച്ചിട്ടിരിക്കുവാണ്. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഉയരെയും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഗൈസ്. സോ സംസാരിക്കാൻ പാടില്ല അധികം. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ ഓട്ടോയിലൊക്കെ കയറി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഒത്തിരി നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു ഒന്ന് പാർലറിൽ പോയിട്ട് ഫേഷ്യൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത്. കുറേ ദിവസമായിട്ട് ഞാനിങ്ങനെ ആക്ച്വലി പ്ലാൻ ചെയ്യുന്നു, പക്ഷേ നടക്കുന്നില്ല. സോ ഫൈനലി ഞാൻ പോകുവാണ്. ആൻഡ് ഒരു ഓട്ടോയിലാണ് കയറിപ്പോയത്. പക്ഷേ ഗൈസ് ഭയങ്കര മഴയായിരുന്നു. മഴയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത മഴ. പക്ഷേ ഐ എൻജോയ്ഡ് ഇറ്റ് എ ലോട്ട് ബിക്കോസ് മഴ, ഓട്ടോ റൈഡ് എല്ലാം ഒരു ഫീലായിരുന്നു. ആൻഡ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഫൈനലി ഞാൻ സലൂണിലെത്തി, വാഷ്റൂമിൽ വന്നു, ജസ്റ്റ് ഒന്ന് ഫേസൊക്കെ ഒന്ന് നോക്കി ഞാൻ ഫൈനലൈസ് ചെയ്തു ഫേഷ്യൽ തന്നെ ചെയ്യാമെന്നുള്ളത്. ആക്ച്വലി എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഏത് ഫേഷ്യൽ ഞാൻ ചൂസ് ചെയ്യണമെന്നുള്ളത്. ബിക്കോസ് എനിക്ക് ഉടനെ ഒരു പ്രോഗ്രാമും ഫംഗ്ഷൻസൊക്കെ വരുന്നുണ്ട്. സോ അതിൽ അടിപൊളിയായിട്ട് നിൽക്കണ്ടേ. സോ അങ്ങനെ ഞാൻ കയറി സ്റ്റെപ്പ് കയറി ഓയിലേക്ക് എത്തി. ഓൾറെഡി ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. പുറത്ത് നല്ല മഴയായിരുന്നു. ആൻഡ് ഫൈനലി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. വെയിറ്റിംഗ് അത്രയൊന്നും ഇല്ല, എന്നാലും കുറച്ചുണ്ടായിരുന്നു. ബിക്കോസ് അകത്ത് വേറെയും കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്. ഞാൻ ഭയങ്കര കൺഫ്യൂഷൻ അടിച്ചു ഏത് ചെയ്യണമെന്നുള്ളത്. ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബിക്കോസ് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചതേ ചെയ്യാവൂ. സോ ഗൈസ് അങ്ങനെ എൻ്റെ സ്കിന്നിന് പറ്റിയിട്ടുള്ള ഫേഷ്യലൊക്കെ ഞാൻ ചൂസ് ചെയ്തു. സോ നമുക്കിനി ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം. സോ കൂടുതൽ ഡിലേ ഇല്ലാതെ പോകാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇപ്പോഴും വെയിറ്റിങ്ങിലാണ്. നമുക്ക് നോക്കാം. ആൻഡ് ഫൈനലി ഞാൻ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് റൂമാണ് ഇവിടെ ഉള്ളത്. അപ്പം ബാക്കിയുള്ള കോമൺ സ്പേസിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു സ്പെഷ്യലി മെയ്ഡപ്പ് ആയിട്ടുള്ളൊരു സ്പേസാണിത്. സോ നമ്മുടെ പ്രൊസീജിയർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഐ എം സോ എക്സൈറ്റഡ് ബിക്കോസ് ഞാൻ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് തോന്നുന്നു. ലെറ്റ്സ് സീ. ആരും തന്നെ പേടിക്കണ്ട, ലണ്ടനിൽ വന്ന ജാതൊന്നുമല്ല, ഇത് ഞാൻ തന്നെയാണ്. കണ്ടിട്ട് ആരും പേടിക്കണ്ട. ആക്ച്വലി ഇത് നമ്മുടെ പ്രൊസീജിയറാണ് ഗൈസ്. എങ്ങനെയുണ്ട്? എന്നെ കണ്ട വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് വന്ന മറ്റേ ഭീകര ജീവിയായിട്ട് തോന്നുന്നുണ്ടോ? യെസ്, ആക്ച്വലി എനിക്കും നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ബട്ട് ഫോർ ബെറ്റർ റിസൾട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പേൾ ഫേഷ്യൽ ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഡീപ് ടാൻ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇത് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യും. സോ ബാക്കി പ്രൊസീജിയർ അതിന് ശേഷമാണ്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. ഞാനും വെയിറ്റ് ചെയ്യാണ്. ഇവിടെ നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് ഗൈസ്. എന്നാലും നമുക്ക് പ്രോസസ്സിലോട്ട് പോവാം. ആക്ച്വലി എനിക്ക് കൂടുതൽ ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ബിക്കോസ് ഓരോ പ്രോസസ്സ് ചെയ്യുമ്പോഴും നമ്മൾ അടങ്ങി ഒതുങ്ങി കിടന്നാലേ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദ പ്രോസസ് ഈസ് ഓൺ ഗോയിങ് ഗൈസ്. എൻ്റെ ഫേസിൽ എന്തോ ഓറഞ്ചൊക്കെ അവർ തേച്ചാണ്. എന്തിനാണെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. ഇതിനിടയിലുള്ള ഒരു സ്ക്രബിങ്ങും മസാജിങ്ങും ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഉള്ള പാക്ക് ഇട്ടിട്ട് ഞാൻ അങ്ങനെ കണ്ണൊക്കെ അടച്ചിട്ടിരിക്കുവാണ്. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഉയരെയും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഗൈസ്. സോ സംസാരിക്കാൻ പാടില്ല അധികം. നമ്മൾ എന്തെങ്കിലും പാക്ക് ഇട്ടേക്കുമ്പോൾ കീപ് സൈലൻസ്. സോ ഫൈനലി നമ്മുടെ പാക്കും കൂടെ ഇട്ടേക്കുവാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി. സോ നമുക്ക് ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഒരു 15 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി കിട്ടും. ദെൻ നമുക്കിത് വാഷ് ഓഫ് ചെയ്യാം. ഓക്കെ. ആക്ച്വലി എൻ്റെ ഫേസിൽ സ്റ്റീമൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് ഒക്കെ അവർ നന്നായിട്ട് റിമൂവ് ചെയ്ത് തന്നു. പക്ഷേ ആ ഒരു വീഡിയോ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. സോ ഞാൻ കണ്ണടച്ച് വെച്ചിട്ട് സംസാരിക്കുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത്. ബിക്കോസ് കണ്ണിൻ്റെ ഉയരെയും ആ ഒരു പാക്ക് കിടക്കുന്നത് കൊണ്ടാണ്. സോ നമുക്കൊരു 15 മിനിറ്റ്സ് ഏകദേശം ആകാറായി. സോ നമുക്കിത് വാഷ് ചെയ്തിട്ട് ഫൈനൽ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. ഓ മൈ ഗോഡ്, ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിയിരിക്കുകയാണ് ഗൈസ്. കാരണം അത്രയ്ക്ക് ഫേസ് ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഫേസിലെ എല്ലാ ഡെഡ് സ്കിൻ സെൽസും കാര്യങ്ങളെല്ലാം റിമൂവായി, ടാൻ എല്ലാം കംപ്ലീറ്റ്ലി മാറി, ഫേസ് നല്ല രീതിക്ക് ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഈ കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. ആ ലെവൽ ഫേസ് നല്ല ബ്രൈറ്റനിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്ത പേൾ ഫേഷ്യലായിരുന്നു. ആൻഡ് അവരെന്നോട് സർവീസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. ബിക്കോസ് ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്, നല്ല ഗ്ലോ വന്നിട്ടുണ്ട്. എനിക്ക് ഫൈനൽ റിസൾട്ട് ഒത്തിരി ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെന്ന് കമൻറ്റ് ചെയ്യൂ. ടാറ്റാ.